കഴിഞ്ഞ 2 വർഷത്തെ വിടവ് നികത്തി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും അണിനിരക്കുന്നുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ രംഗശാല ക്യാമ്പിൽ അവസാനവട്ട മിനുക്കുപണിയിലാണ് നമ്മുടെ അഭിമാനമായ ടാബ്ലോ ഉള്ളത്. ആത്മനിർഭർ കേരള എന്ന പ്രമേയത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആശയത്തിൽ പിറന്ന നിശ്ചല ദൃശ്യവും ഒപ്പം മറ്റു ചിലതും ഒരുങ്ങുന്നുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ അവയൊക്കെ ഒന്ന് കണ്ടുവരാം. 2023 ശേഷം 2026 കേരളത്തിലെ തനതായ നിശ്ചല ദൃശ്യം ടാബ്ലോ ഇത്തവണ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഭാഗമാകുന്നു. ഇവിടെയാണ് എല്ലാ ടാബ്ലോകളുടെയും നിർമ്മാണം നടക്കുന്നത്. അതിൽ തന്നെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ. നമ്മൾ 100% ഡിജിറ്റൽ ലിറ്ററസി കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ മെട്രോ ആണ്. വാട്ടർ മെട്രോയെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പൂർണ്ണമായിട്ടും വൈദ്യുത ശക്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാട്ടർ മെട്രോ. അതിൽ തന്നെ നേരിട്ട് മെട്രോ ആയിട്ടുള്ള കണക്ടിവിറ്റി നമ്മുടെ സംസ്ഥാനത്തിൻ്റേത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്ന് അവകാശപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്ടർ മെട്രോ. കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം കർത്തവ്യപഥയിലൂടെ പോകുന്ന സമയത്ത് നീ കാണുന്നവരെല്ലാവരും അതിൽ ഒരു ഭാഗമായിരിക്കും. മലയാളി വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയവരുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം തന്നെ റിപ്പബ്ലിക് ഡേ പരേഡ് കാണണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ടാബ്ലോയിൽ തന്നെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കുറച്ചുപേർ ഈ ടാബ്ലോയ്ക്ക് മുകളിലുണ്ടാവും, ചിലർ നൃത്തം ചെയ്ത് താഴെ ഈ ടാബ്ലോയ്ക്കൊപ്പം ഈ നിശ്ചല ദൃശ്യത്തിനൊപ്പം നീങ്ങുകയും ചെയ്യും. ടാബ്ലോയിൽ കൊച്ചി വാട്ടർ മെട്രോയിൽ ആക്സസ് ചെയ്യുന്ന കൊച്ചി ബാക്ക് വാട്ടേഴ്സിലുള്ള ഐലൻഡിൽ താമസിക്കുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരു 15ഓളം ആർട്ടിസ്റ്റുകളും ഈ ടാബ്ലോയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൗതുകമുണർത്തുന്നതാണ് സംയുക്ത സേനയുടെ ടാബ്ലോ. ഓപ്പറേഷൻ സിന്ദൂരാണ് ആശയം. മിസൈലുകൾ ഏറ്റു തകർന്ന ഭീകര കേന്ദ്രങ്ങളുണ്ട്, റഫാൽ ജെറ്റുണ്ട്, ആകാശ് മിസൈൽ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള S-400 മിസൈലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആകാശത്ത് നെടുന്തൂണായി നിന്ന നമ്മുടെ അതിർത്തികൾ കാത്ത മിസൈലുകൾ ഓരോന്നും ഇവിടെയുണ്ട്. ഭീകര കേന്ദ്രങ്ങൾക്ക് മീതെ നമ്മൾ നടത്തിയ പ്രഹരം, അതിൻ്റെ ഒരു നേർചിത്രം അതുപോലെ തന്നെ പകർത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഈ 3 സേനകളുടെയും സംയുക്തമായിട്ടുള്ള ഈ ടാബ്ലോ എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തുന്നതും ഇത് തന്നെയാണ്. കൊച്ചി എന്നുള്ളൊരു സംഘമാണ് ഇപ്പോൾ DRDOയുടെ ഈ ടാബ്ലോ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ പറ്റി സംസാരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. DRDO തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസ് ആണ്. അതായത് ഇന്ത്യൻ നേവൽ സബ്മറൈൻസിൻ്റെ കോമ്പാറ്റ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നോളജീസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള 3 ടെക്നോളജീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. DRDOയിൽ ഒരു 10 ലബോറട്ടറീസ് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയുടെ ഒരു 200ഓളം ഇൻഡസ്ട്രീസ് ഒരുമിച്ച് ചേർന്ന് പ്രൊഡക്ഷനൈസ് ചെയ്ത് ഒരു സിസ്റ്റംസ് ആണ്. 2 ദിവസം കൂടിയുണ്ട്. മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥന്റെ വീഥികളിലൂടെ ഈ നിശ്ചല ദൃശ്യങ്ങളെല്ലാം ഒഴുകി നടക്കും. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.